ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, മക്കൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മളെല്ലാവരും മാരത്തോണുകളിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ എല്ലാവരും മാരത്തോൺ ഒക്കെ കാണുന്നുണ്ടായിരിക്കും എന്നുള്ള വിശ്വാസം ഉണ്ട്. ഇനി ആരെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യാടാ, നമ്മളെ മാരത്തോൺ, മിനി മാരത്തോൺ ആയാലും മെഗാ മാരത്തോൺ ആയാലും എല്ലാം ഇരുന്ന് കാണുക. സോ എക്സാമിന്റെ സമയത്താണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എവിടുന്ന് ക്വസ്റ്റ്യൻസ് കിട്ടും, എവിടുന്നാണ് നമുക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നൊക്കെ നിങ്ങൾ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ടാവും, ചിന്തിക്കുന്നുണ്ടാവും. അതൊക്കത്തിലുള്ള ആൻസർ ആയിട്ടാണ്, എല്ലാത്തിൻ്റെയും കൂടെയുള്ള ആൻസർ ആയിട്ടാണ് നമ്മൾ മാരത്തോണുകളും അതുപോലെ ഇങ്ങനെയുള്ള കുഞ്ഞു കണ്ടന്റ് വീഡിയോസുകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ റെഡിയാണ്, സെറ്റ് ആണെങ്കിൽ എന്റെ മക്കൾ എല്ലാവരും അടിപൊളിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ വേഗം എന്ത് ചെയ്യുക, എന്റെ മക്കളൊന്ന് എന്റെ കൂടെ തന്നെ വായിച്ചു നോക്കുക. എന്നിട്ട് കൃത്യമായിട്ടുള്ള ആൻസർ ഞാൻ പറയുന്നതിനേക്കാളും മുൻപേ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ പറയുക കേട്ടോ. ഓക്കെ, എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ? ഭിന്നസംഖ്യകളെ അടിസ്ഥാനമാക്കി ഇനി പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സോ പാർട്ട് നമ്പർ അതുപോലെ തന്നെ ഫ്രാക്ഷൻ, ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും ഒരുമിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കാം. 6 തുല്യ ഭാഗങ്ങളായി വിഭജിച്ച ദീർഘചതുരം വരച്ച് അതിനെ 2/6 2/6 ഭാഗം ഷെയ്ഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഡ്രോ എ റെക്ടാങ്കിൾ, ആദ്യം ഒരു റെക്ടാങ്കിൾ വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിനെ 2/6 അതിൽ 2 എണ്ണം കളർ ചെയ്യുക. സോ ഒരു റെക്ടാങ്കിൾ ഞാൻ വരച്ചു, അതിനെ കൃത്യമായിട്ട് 6 പീസാക്കി മുറിച്ചു. ഇതിന് അതിൽ 2 പീസ് കളർ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാടാ, സിമ്പിളായിട്ട് ഇതിൽ 2 പീസ് മാത്രം എന്ത് ചെയ്യുക, കളർ ചെയ്ത് കൊടുക്കുക. അപ്പൊ കളർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കുട്ടികൾക്ക് എന്ത് കിട്ടും, ഇതിന് ആൻസർ ആയിട്ട് 2/6 എന്ന് കിട്ടിയിട്ടുണ്ടാവും. 2/6 ആണ്, 6 എണ്ണത്തിൽ 2 എണ്ണം, അതാണ് 2/6 എന്ന് പറയുന്നത്. ഈ കളർ കൊടുത്ത ഞാനിപ്പോ ചെറിയ രീതിയിലൊന്ന് കളർ ചെയ്തെന്നുള്ളൂ, കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കളർ ചെയ്തോളാം. ഓക്കെ അല്ലേടാ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ബി ക്വസ്റ്റ്യൻ. റൈറ്റ് 2 ഫ്രാക്ഷൻസ് ഇക്വാലന്റ് ടു 4/8. 4/8 ഇക്വാലന്റ് ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ എന്ത് ചെയ്യാനാണ്, എഴുതാനാണ് പറയുന്നത്. സോ എന്റെ മക്കളെ എങ്ങനെയാണ് ഇത് എഴുതാം? എളുപ്പമാണ്. 4/8 ഒന്നുകിൽ ചെറുതാക്കുക അല്ലെങ്കിൽ വലുതാക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് 4/8 4/8 ഞാനൊന്ന് നേരെ ചെറുതാക്കി, നേരെ പകുതിയാക്കി എന്ന് വിചാരിച്ചോ. നേരെ പകുതിയാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നേരെ പകുതിയാക്കുക, ദേടാ 2 കൊണ്ട് ഞാൻ മോള് ഡിവൈഡ് ചെയ്തു, ഹരിച്ചു നോക്കി. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഡിനോമിനേറ്റർ താഴെയും ഞാൻ അതേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര വരും, 4ൽ 2 തവണ പോകും, 8ൽ 2 4 തവണ പോകും. സോ 2/4 എന്ന് പറഞ്ഞാലും 4/8 എന്ന് പറഞ്ഞാലും ഈക്വാലന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആണ്, ഒരേ ഫ്രാക്ഷൻസ് ആണ്. ഇനി അതല്ല, എനിക്ക് ഇതിനെ വീണ്ടും എന്ത് ചെയ്യാം, ചെറുതാക്കിയിട്ട് 1/2 എന്ന് മാറ്റി എഴുതാം. സോ 1/2 എന്ന് പറഞ്ഞാലും 4/8 എന്ന് പറഞ്ഞാലും ഈക്വാലന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആണ്. ഇത് ഡിവിഷൻ ആയിട്ട് ചെറുതാക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി അതല്ല, ചെറുതാക്കണ്ട, നിങ്ങൾക്ക് വലുതാക്കിയിട്ടും ചെയ്യാം. 4/8 ഞാൻ എന്ത് ചെയ്തു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ചോ. സോ മുകളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ താഴെയും സെയിം നമ്പർ കൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. സോ സെയിം നമ്പർ കൊണ്ട് മുകളും താഴെയും മൾട്ടിപ്ലൈ ചെയ്താൽ എന്റെ കൂടെ എന്ത് കിട്ടും, 8 അല്ലേ, 4 × 2 8 8/16 എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ 8/16 എന്ന് പറഞ്ഞാലും 4/8 എന്ന് പറഞ്ഞാലും ഇക്വാലന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആണ്. അപ്പൊ ഒരുപാട് ഇക്വാലന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസുകൾ ഉണ്ടാക്കാൻ എനിക്ക് പറ്റി. ഒന്ന് 2/4 പറയാം, 1/2 പറയാം, ഇനി വലുതാക്കി കഴിഞ്ഞാൽ 8/16 പറയാം. ഇതൊക്കെ ആരുമായിട്ട് ഇക്വാലന്റ് ആണ്, 4/8 ഇക്വാലന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എഴുതാം. ഇനി അടുത്ത ചോദ്യം നോക്കാം. സിംപ്ലിഫൈ 12/16. 12/16 ചെറുതാക്കി എഴുതാൻ ഇപ്പൊ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. 12/16 ഇതിനൊന്ന് ചെറുതാക്കി നോക്കിക്കുക എന്റെ കുട്ടികൾ എല്ലാവരും. എളുപ്പത്തിൽ ചെറുതാക്കാൻ പറ്റൂ കേട്ടോ. 12/16 നേരെ പകുതിയാക്കിയാൽ എനിക്ക് 12നെ പകുതിയാക്കിയാൽ 6, 16നെ പകുതിയാക്കിയാൽ 8 എന്ന് കിട്ടും. ഇനി ഇതിനെ ചെറുതാക്കി കൂടെ, 6നെ നേരെ പകുതിയാക്കിയാൽ 3, 8നെ നേരെ പകുതിയാക്കിയാൽ 4. അവിടെ വെച്ച് നിർത്താം, ഇനി നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത ഏറ്റവും ചെറിയ രൂപമായിട്ട് ആരെ കൊടുക്കാം, 3/4 കൊടുക്കാം. ഇത് നമുക്ക് സി ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 1 2/3. 1 2/3 എന്ന് പറഞ്ഞ ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്. സോ നമുക്ക് അറിയുന്ന കാര്യമാണ്, ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മാത്രമേ നമുക്കൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് മാറ്റി എഴുതാൻ പറ്റുള്ളൂ. സോ 1 2/3 1 2/3 എങ്ങനെ മാറ്റി എഴുതാം? 1 2/3 മക്കൾ ഇതിനെ മാറ്റി എഴുതാൻ ഭയങ്കര എളുപ്പമാണ്. ശ്രദ്ധിക്കണം എങ്ങനെ മാറ്റാം. ആദ്യം എന്റെ കുട്ടികള് ഡിനോമിനേറ്റർ 3 ആണെങ്കിൽ ആൻസറിലെയും ഡിനോമിനേറ്റർ 3 തന്നെയായിരിക്കും, ഫിക്സ് ചെയ്യാം. ഇതിന് ഇനി അടുത്തത് ന്യൂമറേറ്റർ കണ്ടുപിടിക്കണം. അതിന് 3നെ 1 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 1 3. എന്നിട്ട് കിട്ടിയ ഉത്തരത്തിനെ 2നെ കൊണ്ട് ആഡ് ചെയ്യാം, മുകളിലുള്ള 2 കൊണ്ട് ആഡ് ചെയ്യാം. സോ 3 × 1 3, 3 + 2 എന്ന് പറഞ്ഞാൽ 5 എന്ന് വരും. സോ അവർ ആൻസർ ഈസ്
5/3 എന്ന് കിട്ടിയിട്ടുണ്ടാവണം. സോ ഈ ഒരു 1 2/3 നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു ഫ്രാക്ഷൻ ആക്കി മാറ്റുമ്പോൾ അതെങ്ങനെ വരും? 5/3 എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടാവും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരൊറ്റ ചോദ്യമോടെ അതിലുള്ളൂ. ഡിവൈഡ് സർക്കിൾ ഇൻടു 8 പാർട്സ് ആൻഡ് ഷെയ്ഡ് 3/4 ഓഫ് ഇറ്റ്. ഒരു സർക്കിളിനെ 8 ഭാഗമായിട്ട് മുറിച്ചിട്ട് അതിൽ 3/4 ഭാഗം, 3/4 ഭാഗം അല്ലെ, 4/3 ഭാഗം എന്നൊക്കെ പറയും, അത് ഷെയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. സോ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഭയങ്കര കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഒരു സർക്കിളിനെ 8 പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യണം. ഇതില് 3/4 ഭാഗം കളർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പീസുകൾ കളർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ചാറ്റ് ബോക്സിൽ തന്നെ പറയാം. ദെൻ എൻ്റെ കുട്ടികളോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞ പ്രോബ്ലം ആയാലും ഇനി നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരുപാട് പ്രോബ്ലംസ് ആയാലും ഒക്കെ നമ്മൾ മാരത്തോണിലാണ് ഡിസ്കസ് ചെയ്യുക. അതിന് കൂടെ തന്നെ മക്കൾ മനസ്സിലാക്കേണ്ടത്, ഇനി നമ്മൾ പോകുന്ന അടുത്ത നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 6th ആണ് അല്ലെ, 6ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. സോ 6ാം ക്ലാസ്സിലേക്ക് നമ്മൾ വജ്ര ബാച്ചിൽ എൻ്റെ കുട്ടികൾ ഒരുപാട് പേര് ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പോഴേ പഠിച്ച് തുടങ്ങാൻ വേണ്ടി പോവാണ്. നമുക്ക് അടുത്ത കൊല്ലം അടിപൊളിയായിട്ട് ആനുവൽ എക്സാം ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട്. സോ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ആ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിന്റെ ആൻസർ എത്ര കിട്ടി എന്നുള്ളതും കൂടെ കമന്റ് ബോക്സിൽ പറയുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.